നമസ്കാരം. അക്ഷയ കേരളമിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് ജൂൺ 24, 2026 കേരളത്തിലെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. വൃദ്ധ പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന നിരവധി ഗുണഭോക്താക്കൾക്ക് ആശ്വാസ വാർത്ത എത്തിയിരിക്കുകയാണ്. പെൻഷൻ തുക അക്കൗണ്ടിലേക്ക് എത്തുന്ന നടപടികൾ ആരംഭിച്ചതോടെ നിരവധി കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ലഭിക്കുന്നത്. എന്നാൽ ഈ സന്തോഷ വാർത്തയ്ക്കൊപ്പം തന്നെ നിരവധി സംശയങ്ങളും ചർച്ചകളും ഉയരുകയാണ്. ഇനി എല്ലാവർക്കും ക്ഷേമ പെൻഷൻ തുടരുമോ? പുതിയ പരിശോധനകൾ വരുമോ? AC ഉള്ളവർക്ക് പെൻഷൻ ലഭിക്കില്ലേ? 1000 CCക്ക് മുകളിലുള്ള കാർ ഉള്ളവർക്ക് പ്രശ്നമുണ്ടാവുമോ? 2000 സ്ക്വയർ ഫീറ്റ് വീടുള്ളവർക്ക് പെൻഷൻ തടയുമോ? മക്കൾ വിദേശത്താണെങ്കിൽ എന്താവും? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷനുമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ ക്ഷേമ പെൻഷൻ വിതരണത്തിലെ പുതിയ അപ്ഡേറ്റുകളും അർഹത പരിശോധന സംബന്ധിച്ച വരുന്ന കാര്യങ്ങളും വിശദമായി നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ പറയട്ടെ, ക്ഷേമ പെൻഷൻ കേരളത്തിലെ പല കുടുംബങ്ങൾക്കും വലിയ ആശ്രയമാണ്. പ്രായമായ ആളുകൾക്കും മരുന്നിനും ദൈനംദിന ചിലവുകൾക്കും സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാനും ഈ തുക വലിയ സഹായമാണ്. അതുകൊണ്ട് തന്നെ പെൻഷനുമായി ബന്ധപ്പെട്ട ചെറിയൊരു മാറ്റം പോലും ജനങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് കാണുന്നത്. ഇന്ന് മുതൽ വിതരണം ആരംഭിച്ച സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുക. പെൻഷൻ ലഭിക്കുന്ന അക്കൗണ്ട് ശരിയാണോ എന്ന് ഉറപ്പാക്കുക. ബാങ്ക് അക്കൗണ്ട് പ്രവർത്തനരഹിതമാണോ അതോ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്നിവ പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം പലപ്പോഴും പെൻഷൻ ലഭിക്കാത്തത് കാരണം അർഹത പ്രശ്നമല്ല, രേഖകളിലെ ചെറിയ പിഴവുകളായിരിക്കും. ഇനി ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയത്തിലേക്ക് വരാം. വീട്ടിൽ AC ഉള്ളവർക്ക് പെൻഷൻ ലഭിക്കില്ല എന്ന വാർത്ത. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട്. AC ഉള്ള വീടുകൾ കണ്ടെത്തും, അവർക്ക് പെൻഷൻ നിർത്തും എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയയിലെ ഓരോ സന്ദേശവും ഔദ്യോഗിക ഉത്തരവല്ല. ഒരു വീട്ടിൽ AC ഉണ്ടെന്ന കാര്യം മാത്രം അടിസ്ഥാനമാക്കി എല്ലാവരുടെയും പെൻഷൻ നിർത്തുമോ എന്നത് ഔദ്യോഗിക മാനദണ്ഡങ്ങളിൽ വന്നാൽ മാത്രമേ അത് വ്യക്തമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സതീശൻ സർക്കാർ വൈകാതെ തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായി പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. കുടുംബത്തിന്റെ വരുമാനം, സാമ്പത്തിക സ്ഥിതി, മറ്റ് സാഹചര്യങ്ങൾ ഇവയെല്ലാം പരിശോധിച്ചായിരിക്കും നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. അതിനാൽ AC ഉള്ളവർ ഇപ്പോൾ തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല. അടുത്ത പ്രധാന വിഷയം കാറുള്ളവർ. 1000 CCക്ക് മുകളിലുള്ള കാറുള്ളവർക്ക് പെൻഷൻ ലഭിക്കില്ല എന്ന തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. വാഹനം ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക ശേഷി മനസ്സിലാക്കാനുള്ള ഒരു ഘടകമായി പരിഗണിക്കുമോ എന്നതാണ് ചോദ്യം. എന്നാൽ ഇതിലും അന്തിമ തീരുമാനം ഔദ്യോഗിക മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും. പക്ഷേ ഇപ്പോഴുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം 1000 CCക്ക് മുകളിലുള്ള വണ്ടികൾ ഉള്ളവർക്ക് പെൻഷൻ മുടങ്ങുമെന്നാണ് മാനദണ്ഡത്തിലുള്ളത്. ഈ മാനദണ്ഡങ്ങൾ മാറുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. വാഹനമുള്ള എല്ലാവർക്കും പെൻഷൻ നഷ്ടപ്പെടുമെന്ന് ഇപ്പോൾ ഉറപ്പിച്ചു പറയാനും സാധിക്കില്ല. അടുത്ത വിഷയം വീടിന്റെ വിസ്തീർണമാണ്. അതായത് 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾക്ക് പെൻഷൻ അർഹതയിൽ മാറ്റമുണ്ടാകുമോ എന്ന ചർച്ചയും ഉയരുന്നുണ്ട്. പക്ഷെ ഒരു വീട് വലുതാണ് എന്ന ഒറ്റ കാര്യം മാത്രം നോക്കിയാണോ തീരുമാനം എടുക്കുക എന്നത് വ്യക്തമല്ല. കുടുംബത്തിന്റെ മൊത്തം സാമ്പത്തിക സാഹചര്യം കൂടി പ്രധാനമാണ്. ഇനി മക്കൾ വിദേശത്തുള്ളവരുടെ കാര്യം, ഇത് പല മാതാപിതാക്കളും ചോദിക്കുന്ന ഒരു വലിയ സംശയമാണ്. മകൻ വിദേശത്താണ്, അതുകൊണ്ട് എൻ്റെ പെൻഷൻ പോകുമോ എന്നുള്ളത്. വിദേശത്തുള്ള മക്കളുടെ വരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമോ എന്നതിൽ ഔദ്യോഗിക വ്യക്തത ഇനിയും വരാനുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ, അതായത് വിദേശത്തുള്ള മക്കളുണ്ടെങ്കിൽ പെൻഷൻ മുടങ്ങും, ഇങ്ങനെ പല ചാനലുകളും പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ഇതിനുള്ള ചർച്ചകൾ ഉണ്ടാവും, ഇതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും. ഇത് എങ്ങനെ പോസിബിൾ ആവുന്ന എല്ലാം ചർച്ച ചെയ്തിട്ടായിരിക്കും ഇതിനുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുക. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക അറിയിപ്പിനായി കാത്തിരിക്കുക. ഇനി സ്ത്രീ സുരക്ഷാ പെൻഷനെ കുറിച്ച് പറയാം. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിഭാഗത്തിലുള്ളവർ പ്രധാനമായും
ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശരിയാക്കുക, ആധാർ വിവരങ്ങൾ പരിശോധിക്കുക, വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമായാൽ തയ്യാറാക്കി വയ്ക്കുക, കുടുംബ വിവരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ അത് പുതുക്കുക. ഇനി വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം, പുതിയ പരിശോധനകൾ വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നായി വരുമാന സർട്ടിഫിക്കറ്റ് മാറാം. അതുകൊണ്ട് ഗുണഭോക്താക്കൾ മുൻകൂട്ടി രേഖകൾ തയ്യാറാക്കി വയ്ക്കുന്നത് നല്ലതാണ്. ശ്രദ്ധിക്കേണ്ട രേഖകൾ: ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, മറ്റാവശ്യമായ രേഖകൾ, അതായത് SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, അല്ലാന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്, എല്ലാം സുരക്ഷിതമായി സൂക്ഷിക്കുക. ഇനി ഒരു പ്രധാന മുന്നറിയിപ്പ്: പെൻഷൻ ശരിയാക്കാം, പേര് ചേർക്കാം, പെൻഷൻ ഉറപ്പാക്കാം എന്ന് പറഞ്ഞ് ആരെങ്കിലും പണം ആവശ്യപ്പെട്ടാൽ സൂക്ഷിക്കുക. ഔദ്യോഗിക മാർഗങ്ങൾ മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇന്നു മുതൽ പെൻഷൻ വിതരണം ജൂൺ 24-ാം തീയതി മുതൽ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഇന്ന് ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ആദ്യം എത്തിച്ചേരുക. അതുപോലെ തന്നെ ഇനി ഒരാഴ്ചക്കുള്ളിലായിരിക്കും എല്ലാവരുടെ കൈകളിൽ എത്തിച്ചേരുന്നത്. കോപ്പറേറ്റീവ് ബാങ്ക് മുഖേന വീടുകളിൽ എത്തിക്കുന്നവർക്ക് ഇനി വരും ദിവസങ്ങളിലായിരിക്കും അത് വരിക. എല്ലാവർക്കും ഒരേ ദിവസം തന്നെ പെൻഷൻ പണം എത്തിച്ചേരണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. പെൻഷൻ പണം ലഭിച്ചവർ കമൻറ്റ് ബോക്സിൽ ലഭിച്ചു എന്നും ലഭിക്കാത്തവർ ലഭിച്ചില്ല എന്നും കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് സഹായകരമായിരിക്കും. ക്ഷേമ പെൻഷൻ, അതായത് ജൂൺ 24 ഇന്ന് മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു. നിരവധി ഗുണഭോക്താക്കൾക്ക് ആശ്വാസ വാർത്തയാണ്. അർഹത പരിശോധന സംബന്ധിച്ച ചർച്ചകൾ തുടരുന്നുണ്ട്. രേഖകൾ തയ്യാറാക്കി വെക്കുന്നത് പ്രധാനമാണ്. ഇനി ഭാവിയിലേക്കാണെങ്കിലും നിങ്ങളൊരു വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. വ്യാജ വാർത്തകളിൽ ജാഗ്രത വേണം. ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും ആദ്യം ചെയ്യേണ്ടത് പേടിക്കുകയല്ല, സ്വന്തം രേഖകൾ ശരിയാണോ എന്ന് പരിശോധിക്കുന്നതാണ്. പുതിയ സർക്കാർ അറിയിപ്പുകൾ വന്നാൽ അതിൻ്റെ വിശദാംശങ്ങൾ ഉടൻ അറിയിക്കാം. ഈ വിവരങ്ങൾ മറ്റ് പെൻഷൻ ഗുണഭോക്താക്കളിലേക്കും എത്തിക്കാൻ മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.